ഇരവിപുരം മണ്ഡലത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നല്ല ഭാവിക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ LDF ഗവൺമെന്റ് പുറപ്പെട്ടെങ്കിലും അതിനെയെല്ലാം തള്ളിക്കളയുന്ന, അതിനോട് ഒന്നിനോടും യോജിക്കാത്ത സമീപനമാണ് കോൺഗ്രസും UDFും സ്വീകരിച്ചത്. ഈ നാടിന്റെ പുരോഗതി, അതിന് ആവശ്യം വേണ്ടിയിരുന്നത് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പദ്ധതികൾക്ക് ആവശ്യമായ പണമാണ്. നമ്മുടെ സംസ്ഥാന ഖജനാവിന് അത്രയധികം ശേഷിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഖജനാവിന് ശേഷിയില്ല എന്ന ന്യായം വെച്ച് കേരളത്തിന്റെ വികസനം മരവിപ്പിക്കാനാവില്ല. അങ്ങനെ മരവിപ്പിച്ചാൽ നമ്മുടെ നാടിന്റെ പുരോഗതിയാണ് തടയപ്പെടുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കാണ് തിരിച്ചടിയുണ്ടാവുക. അപ്പോ കാലാനുസൃതമായ പുരോഗതി ഓരോ മേഖലയിലും നേടുക എന്നത് പ്രധാനമാണ് എന്ന് സർക്കാർ കണ്ടു. അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യം, ഒട്ടേറെ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്താനുള്ള ഒരു മാർഗമായിരുന്നു. ബജറ്റിന് പുറമെ പദ്ധതികൾ നടപ്പാക്കാനാവണം. അങ്ങനെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നല്ല പുരോഗതി ഓരോ മേഖലയിലും ഉണ്ടാകും. അതിന് സർക്കാർ കണ്ട മാർഗം നമ്മുടെ കിഫ്ബിയെ പുനർജീവിപ്പിക്കലായിരുന്നു. ഇത് നാടിനാകെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവരും പിന്താങ്ങാനിടയുള്ളൊരു കാര്യം എന്ന നിലക്കാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ ആശ്ചര്യകരമായ എതിർ സമീപനമാണ് കോൺഗ്രസും UDFും സ്വീകരിച്ചത്. എന്തിനാണ് അങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് എന്ന് അന്നും ഇന്നും ആർക്കും പിടിയില്ല. കിഫ്ബിക്കെതിരെ തിരിയുന്ന നിലയാണ് കോൺഗ്രസും UDFും എടുത്തത്. വലിയ പരിഹാസം, പുച്ഛം, പറഞ്ഞ പദ്ധതികളെക്കുറിച്ച് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ഏതാ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം? കിഫ്ബി വരുമ്പോ സർക്കാർ പറഞ്ഞു, ഈ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വർധനവ്, വിവിധ പദ്ധതികൾ ഏറ്റെടുക്കൽ, അതിനാണ് കിഫ്ബിയിലൂടെ പണം